എല്ലാവർക്കും ഷെഫീഖ് ഇ പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ 100 ദിവസം 100 കഥകൾ എന്നുള്ളതിലെ ആദ്യത്തെ ദിവസമാണിന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ 100 ആളുകളെ കൊന്ന ഒരാളുടെ കഥയാണ്. ഇസ്ലാമിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തി 99 ആളുകളെ കൊന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഒരു ഉൾവിളി വരുന്നത്, എനിക്ക് നന്നാവണം, ഇങ്ങനെ നടന്നാൽ പോരാ, ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നരകം കിട്ടും, അതുകൊണ്ട് എനിക്ക് നന്നാകണം എന്ന് മനസ്സിലാക്കി അദ്ദേഹം നന്നാവാനുള്ള വഴി അന്വേഷിച്ച് നടന്നു. ഒരുപാട് ആളുകളോട് ചോദിച്ചു, എങ്ങനെയാണ് നന്നാവുക? അങ്ങനെ അതിൽ നിന്നും ഒരാൾ പറഞ്ഞു, ഒരു പുരോഹിതനുണ്ട്, ഇന്ന സ്ഥലത്ത് ഒരു പുരോഹിതനുണ്ട്, ആ പുരോഹിതൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിനക്ക് നന്നാവാനുള്ള വഴി അദ്ദേഹം കാണിച്ചു തരും. അങ്ങനെ ഇത് കേട്ട ഈ വ്യക്തി, 99 ആളുകളെ കൊന്ന ഈ ഒരു വ്യക്തി ആ പുരോഹിതൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പുരോഹിതനോട് പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, 99 ആളുകളെ കൊന്ന നിനക്ക് പാപമോചനമോ ഒരിക്കലും ഇല്ല, നീ നരകത്തിലേക്കുള്ള ആൾ തന്നെയാണ് എന്ന് തീർത്ത് പറഞ്ഞു. അപ്പോൾ ഈ 99 ആളെ കൊന്ന വ്യക്തി തൻ്റെ അരയിൽ നിന്നും കഠാര ഊരി ഈ പുരോഹിതനെയും കൊന്ന് 100 തികച്ചു. അങ്ങനെ വീണ്ടും ഇവന് ഒരു കുറ്റബോധം കൊണ്ട് അന്വേഷിക്കാൻ, നന്നാവാനുള്ള വഴികൾ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, ഇന്ന ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം പണ്ഡിതനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവാനുള്ള വഴി നിനക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചു, അവിടെ എത്തി, നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ പുരോഹിതൻ്റെ അടുത്ത് പോയതും അദ്ദേഹത്തെ കൊന്ന് 100 ആക്കിയതും എല്ലാം ഈ ഒരു മുസ്ലിം പണ്ഡിതനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആർക്കും എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവന് തൗബയുണ്ട്, അവന് പാപമോചനമുണ്ട്, അവന് നന്നാവാനുള്ള വഴികളുണ്ട്. ഇസ്ലാമിൽ പറയുന്നുണ്ടല്ലോ, ഒരു തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്താൽ അഥവാ പാപമോചനം ചെയ്തു കഴിഞ്ഞാൽ അവൻ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്, അതുകൊണ്ട് നിനക്ക് പാപമോചനം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ തെറ്റ് ചെയ്ത നാട്ടിൽ നിന്നും, ആ ഒരു സാഹചര്യത്തിൽ നിന്നും നീ മാറി മറ്റൊരു നാട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ മുസ്ലിം പണ്ഡിതൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റ് ചെയ്ത ആ നാട്ടിൽ നിന്നും അദ്ദേഹം നന്മ ഉദ്ദേശിച്ച്, നന്നാവണം എന്ന് ഉദ്ദേശിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ നാട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവന് സ്വർഗത്തിലേക്കുള്ളവനാണോ നരകത്തിലേക്കുള്ളവനാണോ എന്നുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സ്വർഗലോകത്ത് നിന്നും ഒരു മലക്കിനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പറഞ്ഞയച്ചിട്ട് ഏറ്റവും കൂടുതൽ അവൻ ഏത് നാട്ടിലേക്കാണോ, നന്മയുടെ നാട്ടിലേക്കാണോ അല്ലെങ്കിൽ തിന്മ ചെയ്ത നാട്ടിലേക്കാണോ അവൻ കാലടിപ്പാത കൊണ്ട് മുന്നേ നിൽക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നരകത്തിലേക്കുള്ളവനാണോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ളവനാണോ എന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കണക്കാക്കിയപ്പോൾ ഏകദേശം ഒരൊറ്റ കാലടിപ്പാത കൊണ്ട് അവൻ നല്ല നാട്ടിലേക്ക് അഥവാ നന്മയുടെ നാട്ടിലേക്കാണ് മുന്തിച്ചത്. അതുകൊണ്ട് അവന് സ്വർഗത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുപാട് തെറ്റുകളും അതുപോലെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളായിരിക്കും. പക്ഷേ നമ്മൾ തൗബ ചെയ്യുക. തൗബ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു പാപത്തിൽ നിന്നും നമുക്ക് നല്ലതിലേക്ക് പോകാനും ആ പാപം പൊരുത്തപ്പെടാനും അത് കാരണമാകും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.